അതെ, നീയാന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓ, നോയമ്പ് മുറിക്കാൻ ഉമ്മായി വിളിക്കുന്നത്. അതെ, തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ തീരുമാനം കൂടെ അറിയണം. നോയമ്പ് കാണാൻ വന്നവർ നോയമ്പ് കണ്ടിട്ട് പോകണം. അല്ലാതെ ഒരു മുന്നറിയിപ്പില്ലാതെ കയറി വന്നിട്ട് നോയമ്പ് മുറിക്കാനൊക്കെ വിളിക്കുന്നതേ അതൊരു മര്യാദയുടെ അല്ല. അതങ്ങനെ ഉമ്മാക്കില്ലല്ലോ മര്യാദ, പിന്നെ എൻ്റെ മകൾക്ക് വരുന്നത് നേരും നെറിയില്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളും. ഷോ, ഉമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇത് എൻ്റെ ഉമ്മയാണ്. പ്രത്യേകിച്ച് ഈ മാസമൊക്കെ ഇങ്ങനെ ഒരാളുടെ മനസ്സൊക്കെ ഇങ്ങനെ നോവിക്കുന്നുണ്ടല്ലോ, അത് കഷ്ടം തന്നെയാണ്. ഉമ്മ മുള്ള മുഴുവനും നോയമ്പ് നോക്കിയോട്ടോ, 5 നേരത്തെ നിസ്കാരം നോക്കിയോട്ടോ ഒന്നും കാര്യമില്ല. മനസ്സിലിച്ചിട്ട് നന്മ വേണം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കഷ്ടതകളും ഉമ്മക്ക് നല്ലോണം അറിയാവുന്നതല്ലേ. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങളുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്. പിന്നെ എന്തിനാണ് എപ്പോഴും എൻ്റെ വീട്ടുകാരിങ്ങനെ കുറ്റം പറയുന്നത്? അവർക്ക് ഒരുപാട് വാരിക്കോഴി തരാനൊന്നും അറിയില്ല, ഉള്ളതേ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഉമ്മയെ കൊണ്ട് പറ്റുന്നതാണ് എൻ്റെ ഉമ്മ കൊണ്ടുവന്നത്, അത് 2 കൈ കൊണ്ട് സ്വീകരിക്കുക. ഉമ്മക്കത് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എന്തിനാണ് മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കുന്ന രീതിയിൽ പെരുമാറുന്നത്? ഈ പുണ്യമാസത്തെങ്കിലും ഉമ്മക്കൊന്ന് ബഹുമാനിച്ചൂടെ? ബാക്കി എല്ലാ മാസവും എന്നെ കിടന്ന് ദ്രോഹിക്കുന്നില്ലേ? ഈ ഒരു മാസമെങ്കിലും ഉമ്മക്കൊന്ന് നന്നായിക്കൂടെ? ഇതെൻ്റെ പെട്ടതള്ളതെന്ന് മാത്രം ഉമ്മ മറക്കരുത്. ഇതിനൊക്കെ റബ്ബുണ്ടല്ലോ, കണക്ക് ചോദിക്കും ഉമ്മ അടുത്ത്.